ബംഗാളിൽ CPIMന്റെ ഭരണം അവസാനിപ്പിച്ചു, CPIM തകർന്ന് തരിപ്പണമായി എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് വമ്പൻ തിരിച്ചുവരവ് നടത്താൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇടതുപക്ഷത്തിന് BJPയേക്കാൾ സീറ്റുകൾ കുറേ മേഖലകളിൽ ഉണ്ടായിരുന്നു. ഇത് പ്രതീക്ഷയേകുന്ന ഒരു കാര്യമാണ്. തൃണമൂലിൻ്റെയും BJPയുടെയും പോളിസികൾ ഒന്നു തന്നെയാണ്. അവർ തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അക്രമ രാഷ്ട്രീയം കൃത്യമായി അവർ തുടരുക തന്നെ ചെയ്യുകയാണ്. BJP എന്തുകൊണ്ട് അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു എന്നതാൽ തൃണമൂൽ കൃത്യമായി നടത്തുന്ന പ്ലാൻ അതുപോലെ തന്നെ BJP നടത്തുന്നു. തൃണമൂലിൻ്റെ അടിക്ക് എതിർ അടി എന്നുള്ള രീതിയിലാണ് BJPയും അവിടെ പയറ്റുന്നത്. എന്നാൽ CPM സമാധാനപരമായാണ് കാര്യങ്ങൾ നടത്തുന്നത്. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് സലീം പറഞ്ഞതുപോലെ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയിൽ പ്രതിനിധികൾ 30 വയസ്സിന് താഴെയുള്ളവർ തന്നെ കൂടുതലാണ്. പാർട്ടി വലിയ രീതിയിലുള്ള ശോചനീയമായ അവസ്ഥയിലൂടെ കടന്നുപോയതാണ്. എന്നാൽ ഇനി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ലോക്സഭാ അംഗങ്ങളെ ജയിപ്പിച്ചെടുക്കാൻ കെൽപ്പുണ്ട് എന്നുള്ളത് കാണിച്ചു കൊടുക്കും എന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല തൃണമൂൽ കോൺഗ്രസുമായോ അല്ലെങ്കിൽ പാർട്ടിയെ തകർക്കാൻ ആലോചിച്ച് കൂട്ടുനിന്നവരുമായിട്ടോ ഒന്നും സഖ്യത്തിലേക്കില്ല എന്നുള്ളത് വ്യക്തമാക്കി. എന്നാൽ കോൺഗ്രസുമായി പൊതു മിനിമം പരിപാടിയിൽ സഖ്യത്തിൽ ചേരേണ്ടതിൻ്റെ ആവശ്യം ഉയർന്നു വന്നിരിക്കുകയാണ്. അതിന് കാരണവുമുണ്ട്. നിരവധിയായ കാരണങ്ങൾ അതിനകത്ത് ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ അടുത്ത് അധർ രഞ്ജൻ ചൗധരി പറഞ്ഞതുപോലെ തൃണമൂൽ കോൺഗ്രസ്സുകാർ അവരുടെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇത് നിരവധി തവണ ലോക്സഭയിൽ ജനപ്രതിയായിട്ടുള്ള അധർ രഞ്ജൻ ചൗധരിക്ക് അറിയാം എങ്ങനെയാണ് തൃണമൂൽ കോൺഗ്രസ് അവരുടെ ഓരോ സ്ഥലങ്ങളും കൈയെടുക്കാൻ അല്ലെങ്കിൽ അവർ ഓരോ മേഖലകളും ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി നീച പ്രവൃത്തികൾ ചെയ്യുന്നതെന്നുള്ളത്. അതിൻ്റെ ഫലമായിട്ടാണ് നിരവധിയായ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടായെന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട. അത് തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടായിസം കാണിച്ച് തന്നെയാണ് ഇവിടെ പ്രവർത്തിച്ചത് ഇത്രയും കൊല്ലം. ഈ 2011 മുതൽ 2023 അവസാനിക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് ശരിക്കും അവിടെ വികസനമല്ല, ശരിക്കും അവിടെ നടത്തിയത് ഗുണ്ടാ രാഷ്ട്രീയം മാത്രമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ്. ആ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ ഇന്ത്യ സ്ഥാനാർത്ഥികളായി മുഴുവൻ സ്ഥലത്തും പ്രഖ്യാപിക്കണമെന്നായിരുന്നു മമതാ ബാനർജി ഇന്ത്യ സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് ആദ്യമേ തന്നെ പറയേണ്ടതായിരുന്നു. പക്ഷേ അവിടെ മൗനം പാലിച്ചത് വലിയൊരു തെറ്റായിപ്പോയി എന്നുള്ളത് അധർ രഞ്ജൻ ചൗധരിക്ക് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ്. നിരവധി തവണ ബഹ്റാംപൂറിൽ നിന്നും ജയിച്ച അധർ രഞ്ജൻ ചൗധരിക്ക് അറിയാം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഉദ്ദേശം എന്തൊക്കെയാണ് എന്നുള്ളത്. ആ രാഷ്ട്രീയ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഉറപ്പിക്കാൻ കൂടിയാണ് ഈ പോരാട്ടം കൃത്യമായി നടത്തേണ്ടതും. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.